ഇന്നത്തെ പ്രധാന വാർത്തകൾ. കണ്ണീരിൽ 9 പേരുടെ സംസ്കാരം ഇന്ന്. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ മലപ്പുറത്തെത്തി പാങ്ങ അമ്പലപ്പുറത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. പൊള്ളാച്ചിയിൽ അർദ്ധരാത്രിയിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം പുലർച്ചെ പൂർത്തിയാക്കിയ ശേഷം ആംബുലൻസുകളിൽ നാട്ടിലെത്തിച്ചു. രാവിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നു. പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ നാടാകെ സ്കൂൾ മുറ്റത്തേക്ക് ഒഴുകിയെത്തി. പ്രദേശം മുഴുവൻ ദുഃഖം മൂടി. പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂരിൽ നടന്നു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. നിതിൻ രാജ് കേസ് ലോണാപ്പ് സംഘം പിടിയിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോണാപ്പ് വഴി ഭീഷണിപ്പെടുത്തിയ 3 പേർ സൈബർ പോലീസ് പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശികളായ ഋഷികേശ് തിവാരി, പ്രശാന്ത് ഖേവൽ, ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജി എന്നിവരാണ് നോയിഡയിൽ നിന്ന് അറസ്റ്റിലായത്. ഇൻസ്റ്റന്റ് ഫണ്ട് ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരായ ഇവർ സിംബോക്സ് ഉപയോഗിച്ചാണ് ഭീഷണി കോളുകൾ നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. അതിഥി തൊഴിലാളികൾ മടങ്ങി. തീരദേശ റെയിൽപാത പണി മന്ദഗതിയിൽ. പാചകവാതക പ്രതിസന്ധിയും ബംഗാൾ തെരഞ്ഞെടുപ്പും കാരണം അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതോടെ തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തികൾ പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നേറുന്നില്ല. നിലവിലുള്ള ഭാഗങ്ങളിൽ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും പുതിയ സ്ഥലങ്ങളിൽ തുടങ്ങാൻ ആവശ്യമായ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുന്നു. എറണാകുളം കുമ്പളം തുറവൂർ ഭാഗങ്ങളിലെ അരൂർ പാലം ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളും തുടരുകയാണ്. മഴക്കാലത്തിനു മുമ്പ് പരമാവധി പണി പൂർത്തിയാക്കാനായില്ലെങ്കിൽ പദ്ധതി വൈകാൻ സാധ്യതയുണ്ട്. ബുംറയുടെ മടങ്ങിയ ഫോം വേഗം കൂട്ടണമെന്ന് ഇർഫാൻ പത്താൻ. IPL സീസണിൽ ജസ്പ്രീത് ബുംറ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാത്തത് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നു. 5 മത്സരങ്ങളിൽ ഇതുവരെ വിക്കറ്റ് നേടാനാകാതെ ബുംറ റൺസ് വഴങ്ങുകയും ചെയ്തു. പഞ്ചാബ്, കൊൽക്കത്ത, ഡൽഹി, രാജസ്ഥാൻ ടീമുകൾക്കെതിരായ മത്സരങ്ങളിൽ ബുംറയുടെ ബൗളിംഗ് മങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ മുൻ താരം ഇർഫാൻ പത്താൻ ബുംറയുടെ കൂടുതൽ വേഗത്തിൽ പന്തെറിയണമെന്ന് ഉപദേശം നൽകി. ബുംറയുടെ ഫോമിൽ വലിയ പ്രശ്നമില്ലെന്നും ചെറിയ മാറ്റങ്ങൾ മതി തിരികെ വരാനെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ സംവരണ ഭേദഗതി ബിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ NDA. വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ NDA. ഇന്ത്യ സഖ്യം വനിതാ സംവരണത്തിന് എതിരെയെന്ന് BJP രാജ്യവ്യാപക പ്രചരണം ആരംഭിക്കും. സംസ്ഥാന തലങ്ങളിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും വിഷയം ഉയർത്തിക്കാട്ടാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. ഇന്നലെ ലോക്സഭയിൽ 528 പേർ വോട്ട് ചെയ്തതിൽ 298 പേർ മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ചത്. 230 പേർ എതിർത്ത് വോട്ട് ചെയ്തു. 3-2 ഭൂരിപക്ഷത്തിന് 54 വോട്ടുകളുടെ കുറവിലാണ് ബില്ല് പരാജയപ്പെട്ടത്. വനിതാ സംവരണത്തിന് അല്ല, മറിച്ച് മണ്ഡല പുനർനിർമ്മാണത്തിനെതിരെയെന്ന് വ്യക്തമാക്കിയാണ് പ്രതിപക്ഷം ബില്ലിനെ എതിർത്തത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.